എല്ലാ സ്പോർട്സ്മാനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബൈജു കെയൻ. ഞാൻ BSFിൽ സിമ്മറായിരുന്നു. എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആ ആക്സിഡൻറ്റിൽ എൻ്റെ ഇടത്തെ കൈയുടെ മുകളിലത്തെ മസിൽ വിട്ടുപോയായിരുന്നു. പ്രൊഫഷണലായിട്ടുള്ള ജോലി എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. MRI സ്കാനിൽ മുകളിലത്തെ മസിൽ വിട്ടിരിക്കുകയാണെന്നുള്ള ക്ലിയറായി. അപ്പോൾ ഞാൻ എറണാകുളത്തെ എല്ലാ ഹോസ്പിറ്റലിലും പോയി. അപ്പോൾ അവരെല്ലാവരും ഓപ്പൺ സർജറിയാണ് പറഞ്ഞത്. ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റേതായ ജോലി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സ്വിമ്മിങ് ചെയ്യാനോ പഠിപ്പിക്കണ ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ ട്രിവാൻഡ്രത്തോട്ട് വന്ന് ട്രിവാൻഡ്രത്തെ മെയിൻ ഹോസ്പിറ്റലിൽ എല്ലായിടത്തും നോക്കി. അത് കഴിഞ്ഞ് അവിടെ ഓപ്പൺ സർജറി പറഞ്ഞ കാരണം ഞാൻ വീണ്ടും ഗോകുലം മെഡിക്കൽ കോളേജ് വന്നു. ഗോകുലം മെഡിക്കൽ കോളേജ് വന്ന് അവരുടെ അവിടുത്തെ ഡോക്ടറായ ഷബാസ് ഷരീഫ് സാറിനോട് എനിക്ക് അങ്ങോട്ട് അപ്പോയിൻമെൻറ്റ് തന്ന്. പിന്നെ സാറിൻ്റെ അടുക്കെ പോയി സാറുമായിട്ട് ഞാൻ സംസാരിച്ച് സാർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാറിനത് മനസ്സിലായി. സാർ എനിക്ക് കീഹോൾ സർജറി ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് ഞാൻ അവിടെ അഡ്മിറ്റായി. കീഹോൾ സർജറി നടന്ന് കഴിഞ്ഞിട്ട് ആദ്യമേ എൻ്റെ കൈയുടെ മൂവ്മെൻറ്റ് മേലോട്ട് നോർമൽ ഇത്രേ പൊങ്ങത്തുള്ളായിരുന്നു. അത് ഈ ലെവലായിരുന്നു. അത് കഴിഞ്ഞ് പതിയെയാണ് കൈ ഇങ്ങനെ പൊങ്ങി വന്നത്. ഇങ്ങനെ പൊങ്ങി വന്ന് ലാസ്റ്റ് ഈ ലെവലിലായി. ഈ ലെവലിലാകാൻ കഴിയുമ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ സാറിനോട് ചോദിച്ചിട്ട് ഞാൻ സ്വിമ്മിങ്ങും കൂടി സ്റ്റാർട്ട് ചെയ്തു. സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ആയി നല്ല ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ കൈ നല്ലപോലെ മൂവ്മെൻ്റ് ആകാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുകയും അതനുസരിച്ച് ഡയറ്റും എല്ലാ കാര്യങ്ങളും ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് മുമ്പോട്ട് പോയത് കാരണം എനിക്ക് സ്വിമ്മിങ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ എനിക്ക് വരാൻ പറ്റി. ഞാൻ സ്റ്റേറ്റിൽ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ പോയി. 55+ ഞാൻ മാസ്റ്റേഴ്സ് കോമ്പറ്റീഷന് തൃശ്ശൂർ പോയി. എനിക്ക് ഇൻഡിവിജ്വലിൽ 3 മെഡൽ ഉണ്ടായിരുന്നു. ഈ ഓപ്പറേഷൻ ചെയ്ത് വർക്കൗട്ട് കൃത്യമായിട്ട് ചെയ്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത്. നാഷണലിൽ പോയി മാസ്റ്റേഴ്സിൽ ഈ ഏജിൽ നമുക്കൊരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്ന ഫോളോ ചെയ്ത് നമ്മൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗെയിം തിരിച്ചെടുക്കാൻ പറ്റും. എനിക്ക് വന്നിരിക്കുന്ന ആ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇപ്പം മിസ്റ്റർ ബൈജു പറഞ്ഞ കണ്ടീഷൻ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇപ്പം ചെയ്തത് കീഹോൾ എന്ന് പറയുന്നത് ആർത്രോസ്കോപ്പിക് സർജറിയാണ്. അത് സർജറി എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ തുടക്കമാണ്. നമ്മൾ കെട്ടി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ആ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഫിസിയോതെറാപ്പിയിലെല്ലാം ചെയ്ത് മസിലിനെ കൂടുതൽ എക്സസൈസ് ചെയ്യിപ്പിച്ച് നല്ലോണം പൊക്കി ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരണം. അതാണ് ഒരു 6 months ആ സമയം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത്. നാഷണൽ ലെവലിൽ മെഡൽസ് വാങ്ങി ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് സെലക്ഷൻസ് വരെ കിട്ടിയിട്ടുണ്ട്. ഒരു ഇഞ്ചുറി വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ആ ഇഞ്ചുറി കാരണം നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു ബെറ്റർ ഫ്യൂച്ചറിനെയാണ് നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്ന് പേടിച്ച് മാറിയിരിക്കുമ്പോഴത്തേക്ക് തടയുന്നത്. സോ ഗെറ്റ് ഇറ്റ് പ്രോപ്പർലി ഇൻവെസ്റ്റിഗേറ്റഡ്. നല്ല രീതിയിൽ അതിനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക.